വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. അക്ഷരത്തേൻ കണം അറിവിൻ്റെ തേൻ കണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. അക്ഷരത്തേൻ കണം അറിവിൻ്റെ തേൻ കണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ നിദ്ര തഴുകും വരെ. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ നിദ്ര തഴുകും വരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളി ഒരു കുളിർ ചോലയായി ഒഴുകിയിടണം. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളി ഒരു കുളിർ ചോലയായി ഒഴുകിയിടണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. വേദമന്ത്രങ്ങളായി ഇതിഹാസ കഥകളായി ആർഷ സംസ്കാര പെരുമയായി, ശാസ്ത്രമായി ബോധമായി അറിവിൻ നിലാവെട്ടമിവിടെ തെളിക്കുമി പുസ്തകങ്ങൾ. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ നിദ്ര തഴുകും വരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളി ഒരു കുളിർ ചോലയായി ഒഴുകിയിടണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. ഉള്ളിൽ മതേതര മൂല്യം വിതയ്ക്കുവാൻ ഒന്നാണു നാം എന്ന ബോധം വളർത്തുവാൻ, കരുണാങ്കുരം കരളിലുണ്ടാവുക നല്ല പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം. ഉള്ളിൽ മതേതര മൂല്യം വിതയ്ക്കുവാൻ ഒന്നാണു നാം എന്ന ബോധം വളർത്തുവാൻ, കരുണാങ്കുരം കരളിലുണ്ടാവുക നല്ല പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാകണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ നിദ്ര തഴുകും വരെ. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ നിദ്ര തഴുകും വരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളി ഒരു കുളിർ ചോലയായി ഒഴുകിയിടണം. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളി ഒരു കുളിർ ചോലയായി ഒഴുകിയിടണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. നമസ്കാരം. വാക്കാണ് സൃഷ്ടിയിൽ ആദ്യം, വാക്കിനില്ലൊരു കാലവും അന്ത്യം. വാക്ക് ശക്തി തൻ അത്ഭുത കേന്ദ്രം, വാക്കതേ വാക്കാണ് ദൈവം. മൂർച്ചയുള്ള വാളിനേക്കാൾ മികവുറ്റതാണ് വാക്ക്. ഈ വാക്കുകളെ ഇഴതെറ്റാതെ ചേർത്തു വച്ച് മനുഷ്യ നന്മയ്ക്കും വിവേകം നേടുന്നതിനും വേണ്ടി നമ്മുടെ പൂർവികർ ഗ്രന്ഥങ്ങൾ രൂപപ്പെടുത്തി. ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് തണലായി താങ്ങായി. വായന എന്ന് പറയുന്ന മഹത്തായ ഒരു സമ്പ്രദായം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതിനപ്പുറം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാർഗദർശകങ്ങളായി മാറി. PN പണിക്കർ വായനാ ദിനം എന്ന നമ്മുടെ സർക്കാരിൻ്റെ ഔദ്യോഗികമായ സമ്പ്രദായത്തിന് പ്രേരണ നൽകിയ മഹാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരമദിനത്തെയാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. എല്ലാ ജൂൺ 19 ദേശീയ വായനാ ദിനമായി കൊണ്ടാടുന്നു. അസംഘടിതമായി അലസമായി പല പ്രദേശങ്ങളിൽ പുസ്തകങ്ങൾ ശേഖരിച്ച് വായനയ്ക്ക് വേണ്ടി
സാമ്പ്രദായികമായൊരു രീതി നിലനിന്നിരുന്നു. ഈ രീതിയെ, അസംഘടിതമായ ഈ രീതിയെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗ്രന്ഥശാലാ സംഘം എന്ന മഹത്തായ ഒരു ദർശനം നമുക്ക് സമ്മാനിച്ച മഹാനാണ് കിഴക്കൻ കുട്ടനാടുകാരനായ നീലമ്പേരൂർ സ്വദേശിയായ PN പണിക്കർ. PN പണിക്കരോടുള്ള ആദര സൂചകമായിട്ടാണ് വായനാ ദിനം എന്ന സമ്പ്രദായം നിലവിൽ വന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ജൂൺ 19 മുതൽ വായനാ വാരം ആചരിക്കുന്നു. ഒരാഴ്ചക്കാലം ആചരണത്തിന് വേണ്ടി കൊണ്ടാടേണ്ടതല്ല വായന. വായന, പുസ്തകം എന്ന് പറയുന്നത് വായനയുടെ അടിസ്ഥാനമാണ്. പുസ്തകങ്ങൾ നമുക്ക് ഉത്തമ സുഹൃത്തുക്കളായി മാറണം. വടിയെടുക്കാതെയും കണ്ണുരുട്ടാതെയും നിശബ്ദമായി നമുക്ക് അധ്യാപനം നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥശാലകൾ നല്ല ഗുരുനാഥനാണ് എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറ്റമിത്രങ്ങളായി പുസ്തകങ്ങളെ കൂടെ കൂട്ടാം. സാമ്പ്രദായികമായിട്ട് പല രീതികൾ നിലവിൽ വന്നിട്ടുണ്ട്. വായനയുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. പണ്ട് ഗ്രന്ഥശാലകളിൽ, ലൈബ്രറികളിൽ പോയി പുസ്തകമെടുത്ത് വായിച്ചിരുന്നവർ സ്വന്തമായി ചെറിയ ചെറിയ ലൈബ്രറികൾ വീട്ടിലുണ്ടാക്കി. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ആശ്രയിക്കുന്നത് ഡിജിറ്റൽ വായനയിലാണ്. വായനയുടെ മാർഗം ഏതുമാകട്ടെ, ലക്ഷ്യം ഉദാത്തമായിരിക്കണം, ഉത്തമമായിരിക്കണം. അങ്ങനെ ഒരു വലിയ പ്രബോധനവും മുന്നറിയിപ്പും നമുക്ക് നൽകുന്നു ഈ വായനാ ദിനം. നമ്മുടെ ഭാരതീയ വിദ്യാവിഹാർ ഈ വർഷത്തെ വായനാ ദിനം സമുചിതമായി ആഘോഷിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. അതിലേക്ക് എല്ലാവർക്കും പ്രാർത്ഥനാനിരതമായ ഭാവുകങ്ങൾ. Hello all. As you all know, Reading Day is coming up on June 19th. Why reading is so special? Why Reading Day is given so important? Reading is so special because it encourages us to the joy and the benefits of reading. Books are so powerful tool that takes us to different amazing places. It introduces us to new ideas and also it makes us to understand the world better. Whether it is a mysterious detective story or a thrilling adventure or a biography of a real life hero, every book offers a thrilling adventure or a biography of a real life hero. Every book offers something unique. Reading is also very important due to very other reasons also, because it encourages the knowledge of learning. It stimulates our empathy and our imagination, our creativity, our understanding skill, understanding others. Also, it improves our language, vocabulary, our concentration, which are so valuable throughout our life. As we are preparing for the Reading Day, which is coming up on June 19th, I encourage each one of you to select one book which excites you. Select any one book which very much excites you, and you have to read that book and share the experience of your reading with your peer groups. So it's my request to all the students and the teachers that you have to select one book which is very important, which you feel that it is very important or which is exciting you, and share the experience of your reading. And let's make this Reading Day a amazing and a memorable one. Let's all celebrate this Reading Day, a wonderful world of books and the benefits that they are bringing to us. Remember, each book is a new adventure, and so get ready to explore it and have fun reading. Happy reading to all my dear students and my dear teachers. Thank you.